റെജി ലൂക്കോസ് ഇവിടെ യദു എന്ന് പറയുന്ന എംപാനൽ ഡ്രൈവറിന്റെ ജോലി പണി പോകും. താങ്കൾ ഇന്നലെ പറയുന്ന താങ്കൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ജോലി നോക്കാം. പക്ഷേ ആ പണി പോകുന്നത് എന്തുകൊണ്ടാണ്? പണി പോകുന്നത് മേയർ ആര്യരാജനെതിരെ നടത്തിയ ലൈംഗിക അധിക്ഷേപത്തിലല്ല. പണി പോകുന്നത് വണ്ടി ഓടുന്ന സമയത്ത് ഫോണിൽ സംസാരിച്ചു എന്ന ഗുരുതരമായ ട്രാഫിക് നിയമലംഘനം പോലീസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അയാളുടെ പണി പോവുക. റെജി ലൂക്കോസ്, സംഭവം ഉണ്ടാകുന്ന ശനിയാഴ്ച രാത്രി. ആ ഗോൾഡൻ മണിക്കൂറുകളിൽ തെളിവ് ശേഖരണം നടത്തണമെന്ന് പല കോടതി വിധികളുണ്ടായിട്ടും സത്യം പറയേണ്ട ആ ദൃശ്യങ്ങൾ തേടി പോലീസ് പോകുന്നത് എപ്പോഴാണ്? ഞായർ, തിങ്കൾ, ചൊവ്വയും കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ. അന്തരീക്ഷത്തിൽ ആവിയായി നമ്മുടെ മെമ്മറി കാർഡ് എന്ന് തിരിച്ചറിവിൽ പരിശോധന തുടങ്ങിയിട്ട് ബുധൻ രാത്രി, വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ച കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞ ഞായറാഴ്ച ആ പ്രധാനപ്പെട്ട തെളിവ് കണ്ടെത്താൻ പോയിട്ട് അതിലേക്കൊരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിയാത്ത പോലീസ് സംവിധാനം. ഒരു മേയറുടെ, ഒരു നഗരാധിപയുടെ ആരോപണത്തിൽ പോലും അവസ്ഥ ഇതാണെങ്കിൽ പരമദയനീയമാവണ്ണം പരാജയപ്പെട്ടൊരു പോലീസ് സംവിധാനം തലസ്ഥാന നഗരിയിലുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ റെജി ലൂക്കോസ്? ഹാഷ്മി, എനിക്ക് ആദ്യം പറയാനുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. എല്ലാവിധ തെളിവുകളും പലതവണ താൻ തന്നെ പറഞ്ഞത് മാറ്റി പറയുകയും ചെയ്ത ഏറ്റവും മോശമായ ട്രാക്ക് റെക്കോർഡുള്ള 4ഓളം FIR, അത് സ്ത്രീകളെ സംബന്ധിച്ച് മോശമായി പെരുമാറിയതിൻ്റെ പേരിലും മോശമായ രീതിയിലുള്ള ട്രാഫിക് വയലേഷൻ്റെ പേരിലും അയാളുടെ പേരിൽ കേസുള്ള ഒരു പ്രതിയെ 4-5 ദിവസമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷിയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ വെള്ളപൂശാൻ ശ്രമിച്ചത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപമാനമാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് രേഷ്മ എന്ന് പറയുന്ന നടിക്കേറ്റതിനെക്കുറിച്ച് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന് തെളിവുകളനുസരിച്ച് ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിക്കും 15 മിനിറ്റോടുള്ള സമയത്ത് തൃശ്ശൂർ ടൗണിൽ നിന്ന് കേവലം 6 കിലോമീറ്റർ മാത്രമുള്ള മുതുവറ എന്നൊരു സ്ഥലം, അത് കുന്നംകുളത്തു നിന്നും ഏതാണ്ട് ഒരു 7-8 കിലോമീറ്റർ ഇപ്പുറമാണ്. ആ മുതുവറ എന്ന സ്ഥലത്ത് റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡിൽ പട്ടാപ്പകൽ ഒരു സ്ത്രീയെ വാഹനം വിട്ട് തടഞ്ഞ് പുറത്തിറങ്ങി എടിയെന്ന് വിളിച്ചുകൊണ്ട് അശ്ലീലമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയൊരു സംഭവം കേരളത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾക്കിപ്പോൾ കേട്ടുകേൾവിയുണ്ട് ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളത്. അത് കേരളത്തിൽ നടന്നു എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ്. അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ്. അതിനേക്കാൾ വലിയ പ്രശ്നം, അതിനേക്കാൾ വലിയ ഗുരുതരാവസ്ഥ എന്താണ്? അങ്ങനെ അതീവ ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും റോഷന MVDയോടും പോലീസിനോടും പരാതിപ്പെട്ടിട്ടും ആ ഡ്രൈവർ പിന്നെയും ആ KSRTC സംവിധാനത്തിൽ വർഷങ്ങൾ വണ്ടി ഓടിച്ചു എന്നുള്ളത് സർക്കാരിന്റെ പരാജയമാണ്. റെജി ലൂക്കോസ് സമ്മതിക്കുമോ അത്? അല്ല, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയല്ലേ പ്ലീസ്, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. വെറുതെ എന്തിനാണ് ഞാൻ പറയുമ്പോൾ മാത്രം തടയുന്നത്? ഹാഷ്മി, ഏതെല്ലാം രീതിയിൽ തടഞ്ഞാലും കേരളത്തിലെ പൊതുജനങ്ങൾക്ക്, മനസാക്ഷിയുള്ള വിവേകമുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതിൻ്റെ നെല്ലും പതിനും തെളിഞ്ഞു കഴിഞ്ഞു. അതിന് നിങ്ങൾ ഏതെല്ലാം രീതിയിൽ വ്യാഖ്യാനിച്ചാൽ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. മുരളി തുമ്മാരോട് എഴുതിയിരിക്കുന്ന ആ ഒരു ഫേസ്ബുക്ക്, അത് ഹാഷ്മി വായിച്ചു വേണമെന്ന് ഞാൻ വിചാരിച്ചത്. എന്തായാലും അയാളെ മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റിയല്ലോ. അതുകൊട്ടെ, ഞാൻ പറഞ്ഞ അതീവ ഗുരുതരം എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമാണ്. കേരളത്തിൽ ഒരു സ്ത്രീകൾക്ക് ഇങ്ങനെ വാഹനം ഓടിച്ചു പോകാൻ പാടില്ല. KSRTC ഡ്രൈവർ വന്ന് വണ്ടി തടഞ്ഞ് ഭീഷണിപ്പെടുത്തി, എടിയെന്നൊക്കെ വിളിച്ച് അശ്ലീല പ്രയോഗങ്ങൾ നടത്തി ഭീഷണിപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറയുന്നത് പരാതി അത് കേരള പോലീസിൻ്റെ പരാജയമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ സ്ത്രീ തന്നെ ഇപ്പോൾ ഈ ചർച്ചയിലും കഴിഞ്ഞ ദിവസമുള്ള ചർച്ചകളിലും എല്ലാം അവർ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് എൻ്റെ ബിസിനസ്സുമായിട്ട് സംബന്ധിച്ചുള്ള യാത്ര എൻ്റെ അനിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപരിചിതമായൊരു സ്ഥലം, എനിക്ക് എൻ്റെ സ്ഥാപനത്തിലേക്ക് പോകണമായിരുന്നു, ഞാൻ തന്നെ വിറച്ചു. ഒരു സ്ത്രീയുടെ അവസ്ഥ, നിസ്സഹായാവസ്ഥയെ പോലും നിങ്ങൾ ഈ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കഷ്ടമാണ്. ഇപ്പോഴും നിങ്ങൾ അതിൽ നിന്ന് മാറുന്നില്ല. എന്ത് ദുർവ്യാഖ്യാനം ചെയ്തെന്നാണ് ഇപ്പോൾ പറയുന്നു? സർ, റോഷ്നിക്കുണ്ടായ ട്രോമയിൽ അവിടെ MVDയോടും 2 പോലീസുകാരോടും ഈ പരാതി പറഞ്ഞു. MVDയോടും 2 പോലീസുകാരോടും പരാതി പറഞ്ഞു. അവർ പറഞ്ഞു പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അങ്ങനെയാണോ ഒരു പോലീസ് സംവിധാനം MVDയും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു അപരിചിതമായ സ്ഥലത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് പോലീസ് പറയേണ്ടത്? സാർ, ഇത്ര ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും അതിനു മുമ്പ് ഗുരുതരമായ ആരോപണം പലതുണ്ടായിട്ടും ഈ പറയുന്ന യദു എന്ന ഡ്രൈവർ KSRTCയിൽ പിന്നെയും വണ്ടി ഓടിച്ചെങ്കിൽ, നിരവധി സ്ത്രീകൾ യാത്ര ചെയ്യുന്ന KSRTCയിൽ പിന്നെയും വണ്ടി ഓടിച്ചെങ്കിൽ അത് KSRTCയുടെ പരാജയമാണെന്ന് സമ്മതിക്കുമോ റെജി ലൂക്കോസ്? ഇപ്പോഴും അയാൾ KSRTCയിൽ തുടരുന്നുവെങ്കിൽ? അല്ല, ഞാൻ പറയുന്നത് കേൾക്കട്ടെ. അതായത് ആ 2 പോലീസുകാരും ഹാഷ്മി പറയുന്നതിനുള്ള മറുപടി ഇതിൽ നിന്ന് കിട്ടത്തില്ല. ഹാഷ്മി, ഞാൻ പറയാൻ വരുന്നത് അത് തന്നെ. ആ 2 പോലീസുകാരോട് ഒരു പരാതി പറഞ്ഞെങ്കിൽ ആ പോലീസുകാർ അതിനുള്ള നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആ പോലീസുകാരുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്. ആ MVD അതനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. MVDക്ക് നിയമപരമായിട്ട് ആ കാര്യത്തിൽ നടപടി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ റോഷനോട് പറയുന്നു, നിങ്ങൾ ഇനി ആയാലും പരാതി നൽകണം. 40 വർഷങ്ങൾക്ക് മുമ്പ് അജ്ഞാതവാസം തുടരുന്ന സുകുമാരക്കുറുപ്പ് 40 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നതിന് പേരിൽ അയാളെ ഇനി കുറ്റവിമുക്തരാക്കാൻ പറ്റത്തില്ല. നിയമത്തിന് അതിൻ്റെതായ സാങ്ക്ടിറ്റി ഉണ്ട്. നിങ്ങൾ ഇനി ആണെങ്കിലും പരാതി കൊടുക്കണം. കാരണം ഇയാളെ പോലെയുള്ള ഡ്രൈവർമാർ നമ്മുടെ കേരളത്തിന് അപമാനമാണ്, സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. രണ്ടാമത്തെ കാര്യം,
ആര്യ രാജേന്ദ്രനെ കുറിച്ച് ഇവിടെ പല രീതിയിലുള്ള സംസാരങ്ങൾ വന്നു കുറേ ദിവസങ്ങളായിട്ട്. ആര്യ രാജേന്ദ്രനാണ് കുറ്റവാളി എന്ന്. ഈ മനുഷ്യൻ അന്ന് രാത്രി 12 മണിക്ക് ആര്യ രാജേന്ദ്രനെ വിളിച്ച് ക്ഷമ പറയുന്നുണ്ട്. മാഡം, ഞാൻ ചെയ്ത തെറ്റാണ്, ഞാൻ കുറേ മോശമായിട്ട് സംസാരിച്ചു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾ കണക്കിലെടുക്കുന്നില്ല. ഇതേ ആൾ പറഞ്ഞ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ തന്തയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ റോഷനോട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ അയാൾ പറയുന്നു, ആദ്യം നിങ്ങൾ തന്തയ്ക്ക് വിളിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ വിളിച്ചെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു മേയർ എന്നോട് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ അന്നത്തെ ചർച്ചയിൽ പറഞ്ഞു ഈ പറയുന്ന മെമ്മറി കാർഡ് എവിടെ പോയി എന്നുള്ളത് ഇയാളെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ഇയാൾ പറഞ്ഞൊരു വിരോധാഭാസം പറയാം, ആശ്മി തടയരുത്. ആദ്യം മാധ്യമങ്ങളിൽ ഇരുന്നപ്പോൾ പറഞ്ഞത് എന്താ? ഞാൻ ഇരുന്നൊരു ചർച്ചയിൽ പറഞ്ഞതാണ് ഈ യദു അല്ല നിൽക്കെ ഞാനത് പറഞ്ഞു പൂർത്തിയില്ല, എനിക്കാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്, നിങ്ങൾ ബാക്കിയുള്ളവർക്കല്ല എത്ര സമയം കൊടുത്തു. അയാൾ പറഞ്ഞതെന്താ, ഞാൻ പോലീസ് കസ്റ്റഡിയിലായിരുന്നു, രാവിലെ 10 മണി വരെയ്ക്ക് ഇറങ്ങി, എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് അവിടെ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഡിപ്പോയിൽ, ഞാൻ അവിടെ പോയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ഇന്നലെ അയാൾ പറയുന്നു, ഞാൻ എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് 10 മണിക്ക് പോലീസ് സ്റ്റേഷൻ തന്നെ വിട്ടയച്ച നേരെ പോയത് ഈ വണ്ടിയുടെ അടുത്തേക്കാ. ഈ വണ്ടിക്കകത്ത് കയറി നോക്കുമ്പോൾ ഈ പിന്നെ CCTV വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ചോദ്യം ചെയ്തോ ഇതുവരെ ഈ മെമ്മറി കാർഡ് എങ്ങോട്ട് പോയെന്നുള്ളത് എന്തുകൊണ്ടാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാതെ? അതാണ് ചോദ്യം. ഇതുപോലൊരു കുറ്റവാളിക്ക് വേണ്ടി അതാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ പറയുന്ന മെമ്മറി കാർഡ് ഊരിയെടുത്ത് യദുവാണെന്ന് പോലീസിന് റജി ലൂക്കോസിന് പോലും ഉറപ്പുണ്ടെങ്കിൽ, ഈ പറയുന്ന അയാൾ ആ ദിവസം ആ വണ്ടിക്കടുത്ത് പോയി ഉറപ്പുണ്ടെങ്കിൽ അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഇതിനോടകം. സർ, ഫോറൻസിക് പരിശോധന എന്നൊരു പരിശോധനയുണ്ട്, അത് നടത്തി എന്താണ് ഈ ഫിംഗർ പ്രിന്റ് ശേഖരണമാണ്, അതടക്കം ശേഖരിക്കണ്ടേ? ഇയാളെ ഈ ദിവസം ഇത്രയായിട്ടും ആ മെമ്മറി കാർഡ് നഷ്ടമായതിൽ തുമ്പിന്റെ അംശമുണ്ടോ റജി ലൂക്കോസ്? ഇപ്പൊ ശ്രീറാം വെങ്കിട്ടരാമൻ എന്നൊരു ഉദ്യോഗസ്ഥൻ കള്ളു കുടിച്ച് കൂത്താടി ഒരു പാവം മാധ്യമപ്രവർത്തകനെ വണ്ടിയിടിച്ചു കൊന്ന കേസിൽ രക്തപരിശോധന നടത്താൻ പോലും പരാജയപ്പെട്ട പോലീസ് യദുവിനെ രാത്രി പിടിച്ചോണ്ട് പോയി രക്തപരിശോധന നടത്തിയതല്ലേ? അതിന് തുടർച്ചയിൽ അന്വേഷണം എന്തുണ്ടായി? ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നഷ്ടമായിട്ട് തെളിവ് കിട്ടിയോ റജി ലൂക്കോസ്? അത് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അത് നിങ്ങൾ അതിലേക്ക് പോവാതെ ഈ സബ്ജക്റ്റിൽ ഊന്നി സംസാരിക്കുക. ഞാൻ പറയുന്ന ആ സബ്ജക്ട് തന്നെ. ഇപ്പൊ താങ്കൾ പറഞ്ഞു, ഇപ്പൊ റജി ലൂക്കോസ് താങ്കൾ പറഞ്ഞു അന്ന് രാത്രി മേയറെ ഫോണിൽ വിളിച്ചു. ആരാണ്? യദു. ആലോചിച്ച് നോക്കൂ, ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന് ഒരു നഗരത്തിന്റെ മേയർ പരാതി കൊടുത്തിട്ട് പിടിച്ചോണ്ട് പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പിടിച്ചോണ്ട് പോകുമ്പോൾ പോലീസ് ഫോൺ വാങ്ങി വെക്കില്ലേ? പോലീസ് കസ്റ്റഡി ഇരുന്നുകൊണ്ട് അയാൾ ഫോണിൽ മേയറെ വിളിക്കുകയാണ്. അത് ആരുടെ പരാജയമാണ് റജി ലൂക്കോസ്? അല്ല, പരാജയം എവിടെ ഇട്ടെ? ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം. ഈ കാര്യങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്യരുത്. ഏത് കാര്യങ്ങളെല്ലാം സാർ? ലൈംഗികാധിക്ഷേപം ചില്ലറ പരാതിയാണോ റജി ലൂക്കോസ്? ലൈംഗികാധിക്ഷേപം ചെറിയ പരാതിയാണോ, ചില്ലറ പരാതിയാണോ? ആ ചില്ലറ പരാതിയിൽ അല്ലാത്ത പരാതിയിൽ, അതും കൊടുത്തത് ഒരു നഗരത്തിന്റെ മേയർ, തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിന്റെ മേയർ, ആ മേയർ കൊടുത്ത പരാതിയിൽ പിടിച്ചോണ്ട് പോയിട്ട് രാത്രിയാൾ മേയറെ 10 ഫോണിൽ വിളിക്കുക സോറി പറയാൻ. അതിന് സൗകര്യം ഒരുക്കൊടുത്ത് ആരാണ് അന്വേഷിക്കണ്ടേ സാർ? ആ സൗകര്യം ഒരുക്കൊടുത്ത് പോലീസുകാരെ പുറത്താക്കണ്ടേ? ആഷ്മി ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ പോലീസിനൊക്കെ പുറത്താക്കേണ്ടതൊക്കെ നിയമവ്യവസ്ഥ അനുസരിച്ച് നടന്നുള്ളൂ. ആഷ്മി അതിന് വേണ്ടിയിട്ട് വിധിയൊന്നും പ്രഖ്യാപിക്കേണ്ട. ഇയാളെ 10:30 മണിക്ക് ഇയാൾ 10:30 മണിക്ക് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം മേയറോടൊന്ന് സംസാരിച്ച് നോക്കുക, ഈ പ്രശ്നം തീരുമെന്ന് അറിയാമെന്ന് വെച്ചിട്ട് അയാളെ ഫോൺ ചെയ്യാൻ അനുവദിച്ച പോലീസുകാരൻ ചെയ്തത് കഠിനമായ തെറ്റാ, ഒരു തർക്കമില്ല. ഇയാൾ പോലീസിലാന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. പിന്നെ ഇയാൾ മെമ്മറി കാർഡ് എടുത്തോണ്ട് പോയി എന്നുള്ള ഉറപ്പൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേൾക്കൂ, ഇയാളെ ഇപ്പോഴും നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കുന്നത്? പറഞ്ഞു പിന്നെ ഒരു വ്യക്തി നിങ്ങൾ ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത് എന്താണ്? ഒരു കൊടും കുറ്റവാളി എന്ന് മേയർ സംശയിക്കുന്ന ഒരു നഗരത്തിന്റെ മേയറെ ലൈംഗിക വൃത്തികെട്ട ആംഗ്യങ്ങൾ കാണിച്ച ഒരാളെ പോലീസ് പിടിച്ചോണ്ട് പോയിട്ട് അയാൾക്ക് ഫോണിൽ മേയറോട് സോറി പറയാൻ അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആരുടെ പരാജയം എന്നാണ് ചോദ്യം. ഇപ്പൊ മേയർ പറയുന്നു, ഇപ്പൊ ഏത് പറയാണ് പോലീസ് പറഞ്ഞിട്ട് വിളിച്ചാണ്, പോലീസ് അങ്ങനെ വിളിപ്പിക്കാവോ മേയറെ? നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വസ്തുത, കേരള പോലീസിന്റെ വളരെ ഗൗരവത്തിന് ആലോചിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പോലീസിന്റെ ഭാഗത്ത് റിപ്പോർട്ടുകൾ KSRTC കൊടുത്തു കഴിഞ്ഞു. ഒരു ഗൗരവമില്ല. ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു പരാതി ഉണ്ടായാൽ അതിന്റെ ഗോൾഡൻ അവറിൽ കിട്ടേണ്ട പ്രധാനപ്പെട്ട തെളിവ് ശേഖരിക്കാൻ പരാജയപ്പെട്ട പോലീസ് ദിവസം ഇപ്പോൾ 5-6, ഇന്ന് ഞായറാഴ്ചയായി, ഇപ്പോഴും മെമ്മറി കാർഡ് ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാത്ത പോലീസ്. എന്ത് ഗൗരവമായ അന്വേഷണം! അല്ല, ഞാൻ പറയട്ടെ, ആഷ്മി എന്ത് അജണ്ടയിലാണ് എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? എനിക്ക് പറയാൻ മറുപടി തരാതെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേ ഇടപെടുന്നത് എന്തിനാ?
ഞാൻ ഈ പറഞ്ഞ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെ, അല്ലാതെ നിങ്ങൾ അന്തരീക്ഷത്തിനടുത്ത് ഞാനൊരു കാര്യം പോലും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വിഷയം എന്താണ്? നിങ്ങൾ കുറേ മാധ്യമങ്ങളുടെ വിഷയം എന്താ? കേരളത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ചെറുപ്രായത്തിൽ 21ാമത്തെ വയസ്സിൽ ഒരു മേയറായി ഒരു പെൺകുട്ടി കഴിവ് തെളിയിച്ചു. അന്ന് മുതൽ ഇവരെ വേട്ടയാടുവാണ്. എന്താ കാരണം? അവർ CPM മെമ്പറാണ്. നിങ്ങൾ ഇതേ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ കേരളം കണ്ണീരണിച്ച് വേറൊരു വാർത്തയുണ്ട്. നിങ്ങൾ ആരും ചർച്ച ചെയ്തോ? തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ തന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു കർഷകൻ പണിയെടുത്ത് 5.5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കയറി ഇറങ്ങി നിരങ്ങി 5 പൈസ കൊടുക്കാതെ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തു. എന്താ ചർച്ച ചെയ്യാത്ത? അയാളൊരു കോൺഗ്രസിന്റെ നേതാവാണ്, KPCC സെക്രട്ടറിയാണ്, അതിന്റെ പ്രസിഡന്റ്. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ പോലീസിന്റെ അനാസ്ഥയിൽ ഒരു മേയർക്ക് നീതി നഷ്ടമാവരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു മേയർക്ക് ഇടതുപക്ഷത്തിന്റെ പോലീസ് ഇരിക്കുമ്പോൾ മേയർക്ക് എന്താണ് കോർപ്പറേഷൻ ഹാളിൽ ഈ പറയുന്ന അനീതിയിൽ ഗദ്ഗത കണ്ടയാവാനുള്ള ഗതികേട് ഉണ്ടാവരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. റെജി ലൂക്കോസ്, ശ്രീ ബൈജു നോയൽ, ഇവിടെ കേസെടുക്കുന്നുണ്ട് പോലീസ്, നല്ല കാര്യം, കേസെടുത്തു. അല്ലല്ലേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, പറഞ്ഞ പറ്റാ പോകാൻ പറ്റുള്ളൂ. കാര്യം കൂടെ, ഞാനൊരു വസ്തുത, കേരളത്തിന്റെ പൊതുസമാജത്തെ ഞെട്ടിച്ച ഒരു കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിന് ഈ നടന്ന ഒരു കൊലപാതകമായിട്ട് വേണേ കണക്കാക്കണം. ഒരു മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പൊള്ളിയോ എന്റെ ചോദ്യം? എന്നാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് ഇപ്പോഴും ഒരു ചോദ്യം. ഇവിടെ കരുവന്നൂരിലെ പല ആത്മഹത്യകൾ കണ്ട പൊള്ളലൊക്കെ പോയി. ഇപ്പൊ കരുവന്നൂരിലെ പല ആത്മഹത്യകളും പല കണ്ണുനീരുകളും കണ്ട പൊള്ളലൊക്കെ പോയതല്ലേ? ഞാൻ അങ്ങനെയൊക്കെ എത്താം. റെജി ലൂക്കോസ്, നമ്മൾ ഇൻസെൻസിറ്റീവ് ആയതല്ലേ ആ വിഷയത്തിൽ, അല്ലെ കരുവന്നൂരെ പല ആത്മഹത്യകൾ കണ്ടതല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് പൊള്ളിയോ ചോദിച്ചില്ലേ? കരുവന്നൂരെ പല ആത്മഹത്യകൾ കണ്ട പൊള്ളല് പോയതാണെന്ന് പറയരുത് ഞാൻ. ശരി റെജി, ഞാൻ എത്താം. നമ്മുടെ വിഷയം അതല്ലോ, നമ്മൾ ഇന്നത്തെ വിഷയം അതല്ലല്ലോ. ഞാൻ എത്താം. ഞാനതാ പറയുന്നത് കരുവന്നൂരിൽ ഒന്നല്ല ആത്മഹത്യ ഉണ്ടായത്, പല ആത്മഹത്യകൾ ഉണ്ടായതാണ്. എവിടെയാണെങ്കിലും ഏതാണെങ്കിലും മനുഷ്യന്റെ ജീവൻ പ്രധാനമാണ്. അത് രാഷ്ട്രീയം കാണല്ലേ റജി? ഞാൻ അങ്ങനെയൊക്കെ തയ്യക്കെത്താം. ശരി, ഞാൻ എത്താം. അഡ്വക്കേറ്റ് ബൈജു നോയൽ, ഇന്നിപ്പോ താങ്കളുടെ വിഷയം അതല്ല. എന്തുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ഉണ്ടായ കൊടും ക്രൂരത നിങ്ങൾ ചർച്ച ചെയ്തില്ല? ശരി, നമുക്ക് ചർച്ച ചെയ്യാം. സാമൂഹ്യ മാധ്യമങ്ങൾ കേരളത്തിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. നല്ല കാര്യം, നല്ല